പെയിൻറ് ഓഫ് ആർട്സ് 7436 എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വുഡ് പോളിഷിംഗ് ആണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ സനു മച്ചാനും വാസൻ മച്ചാനും കൂടി ഡോർ ഇളക്കി 120 ക്ലോത്ത് ഇട്ട് പേപ്പർ പിടിക്കുകയാണ്. പേനാപ്പാട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മാറാൻ വേണ്ടി സാൻഡർ പാടിങ് ഇതെല്ലാം മാറാൻ വേണ്ടിയുള്ള പേപ്പർ എടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തുക. അപ്പോൾ നമ്മൾ സീലറിനകത്ത് അല്പം ചിലാന്തി സ്റ്റെയിനർ ഒഴിച്ച് ആദ്യത്തെ ഒരു കോട്ട് സീലർ നമ്മൾ കോട്ടൺ പേസ്റ്റ് കൊണ്ടാണ് ഇടുന്നത്. കോട്ടൺ പേസ്റ്റ് കൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു കോട്ട് സീലർ അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോട്ടൺ പേസ്റ്റ് കൊണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും സംഭവം. അതിന് ശേഷമേ നമ്മൾ രണ്ടാമത്തെ കോട്ട് സീലർ സ്പ്രേ ചെയ്യത്തുള്ളൂ. അപ്പോൾ കോട്ടൺ പേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചിലാന്തി പൗഡറും ചേർത്ത് ആദ്യം ഇതിൻ്റെ വിടവുകളും ചെറിയ ചെറിയ പുഴിക്കുത്തുകളും ഇതെല്ലാം അടയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്ന പരിപാടി. അതാണ്. അപ്പം നമ്മുടെ സനിമച്ചാൻ ഇതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടയ്ക്കാനുള്ള എല്ലാ പോയിൻറ്റുകളും അടച്ച് ലെവൽ ചെയ്ത് സെറ്റ് ചെയ്യുകയാണ്. മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പം നമ്മൾ അടച്ചതെല്ലാം ഒന്ന് ഉണങ്ങി. അപ്പോൾ അതിനുശേഷം ഫുള്ളായിട്ടൊന്ന് പേപ്പർ പിടിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഡോറ് നിർത്തി തന്നെ സീലർ അടിക്കുകയാണ്. സാധാരണ എല്ലാ പെയിൻറ്റേഴ്സും സീലർ അടിക്കുന്നത് ഡെസ്കിൽ കിടത്തിയാണ്. നമ്മൾ നിർത്തി തന്നെ സീലർ അടിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സീലർ അടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ക്ലിയർ അടിയിലേക്കാണ് സനിമച്ച ഇപ്പോൾ ക്ലിയറാണ് അടിക്കുന്നത്. ഡോറിൻ്റെ ബാക്ക് വശമാണ് ക്ലിയർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഫുള്ള് ക്ലിയർ അടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നമുക്ക് ഈ ഒരു ഡോറ് നമുക്ക് ആ വീടൻ തന്നത് തേക്ക് പെയിൻ്റ് അടിച്ച് വരയ്ക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം നല്ല കാതലുള്ള ചിലാന്തി ഡോറായതുകൊണ്ട് തന്നെ നമ്മൾ അതങ്ങ് പോളിഷ് ചെയ്ത്. അപ്പോൾ ഈ വർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും